SIR നടപ്പാക്കുന്ന പിണറായി വിജയനാണ് മുസ്ലിമിനെ ഒഴിവാക്കാനാണെന്ന് മുസ്ലിം ലീഗ് പ്രചരിപ്പിച്ചു. അതിൻ്റെ വീഡിയോകൾ ലഭ്യമാണ്. ഇത് നടപ്പാക്കിയ കേരളത്തിലാണ് മീഡിയ വൺ അയ്യോ ഞെട്ടിപ്പോയി, ഞങ്ങൾ ഞെട്ടിപ്പോയി, ഇതാ ഇവിടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഇല്ല അനിൽകുമാർ, വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ മീഡിയ വണ്ണിന് പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ല. ഞെട്ടാൻ തുടങ്ങിയിട്ട് കുറേ ദിവസം എപ്പോഴും ഞെട്ടണ്ടല്ലോ എന്നാണ് ആദ്യം ചോദിച്ചത്. ഇപ്പം ഞെട്ടലില്ല അങ്ങനെ. പക്ഷെ അതിൽ നിലപാടുണ്ടാവണം. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിക്ക് നിലപാടുണ്ടാകണം. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിക്ക് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വർഗീയതയാണോ അല്ലെങ്കിൽ എന്ന് പറയാൻ കഴിയണം. അത് പറയാൻ കഴിയാത്തത് നിങ്ങളുടെ നിസ്സഹായതയാണ്. ഞങ്ങൾക്ക് നിലപാടുണ്ട്. ഒരു വർഗീയതയോടും സന്ധിയില്ല. വെള്ളാപ്പള്ളിയുടെ വർഗീയതയാണോ? ഒരു വർഗീയതയോട് സന്ധി ചെയ്യണ്ട. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞത് വർഗീയതയാണോ അനിൽകുമാർ? അത് പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു വർഗീയതയോട് സന്ധി ചെയ്യരുത് എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയതയാണോ? അല്ലേ? ദയവായി കേൾക്കൂ. നിങ്ങൾ എപ്പോഴും വെള്ളാപ്പള്ളി എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നാല് നിങ്ങൾ വർഗീയത പ്രചരിപ്പിക്കുന്നവരെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു. ഇല്ല, വർഗീയത പറയുന്നവരെ പ്രചരിപ്പിക്കുന്നു. അത് പ്രചരിപ്പിക്കുന്നു, പിന്തുണയ്ക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ മന്ത്രിയാണ്, സജി ചെറിയാനാണ്. വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം നടത്തി മണിക്കൂറുകൾക്ക് സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങളിങ്ങനെ കുത്തി അല്ലല്ല, ഇത് ചോദ്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളുടെ വർഗീയത ഞങ്ങളുടെ തലയെ കയറ്റാനല്ലേ ഈ പണി നടത്തുന്നത്. അല്ല അനിൽകുമാർ, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പച്ച വർഗീയതയാണ് എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, തീർന്നു. അതെ, ആദ്യം ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഈ കേരളത്തിനകത്ത് ഏറ്റവും പച്ച വർഗീയത പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. അത് എന്ന് മുതലാണ് വർഗീയത പ്രചരിപ്പിച്ചവരായിരുന്നു. ഞാൻ പറയട്ടെ സാർ, അത് ഞാൻ ചോദിക്കട്ടെ. മുസ്ലിം ലീഗ് വർഗീയത പ്രചരിപ്പിക്കുന്നവരാണ്. 1967 അവർ വർഗീയത പ്രചരിപ്പിക്കുന്നവരായിരുന്നു. നീ അങ്ങോട്ട് പറഞ്ഞോട്ടെ, അങ്ങോട്ട് പറഞ്ഞോട്ടെ. നിങ്ങൾ പറയാൻ അവസരം തരുന്നുണ്ടോ? പറഞ്ഞോളൂ. ഒട്ടൊക്കെ ഞാൻ പറയാം, അല്ലെ പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക. എന്ന് മുതലാണ് എന്നാണ് ചോദ്യം. മുസ്ലിം ലീഗ് എന്ന് മുതലാണ് വർഗീയ പാർട്ടിയായത് എന്നാണ് എന്റെ ചോദ്യം. യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം. ഇന്ത്യ രാജ്യത്ത് BJP ശക്തിപ്പെടുകയും ഹിന്ദുമത അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയമുണ്ടാക്കാൻ ഹിന്ദുത്വയുടെ പേരിൽ BJP ശ്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ മാറ്റി നിർത്തണം എന്ന നയം CPIM 1986 അംഗീകരിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ നയം ഒരു മതരാഷ്ട്രീയത്തോടും സന്ധി പാടില്ല എന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നണിയിൽ ഒരു മതരാഷ്ട്രീയക്കാരുമില്ല. ഉള്ളടക്കത്തിലും ഒരു മതത്തിന്റെ പേര് പറയുന്ന പാർട്ടിക്ക് ഒരു മത ഐഡന്റിറ്റിയും ഇല്ല അനിൽകുമാർ. നിങ്ങൾ 25 വർഷം അവരെ പുറത്തു നിർത്തിയിട്ടാണ് മുന്നണിയിലെടുത്തത്. ഇല്ലില്ല. അപ്പൊ അവിടുത്തെ പച്ചക്കൊടിയും ചന്ദ്രക്കലയും ഒക്കെ മറ്റെന്തോ ആഗ്രഹിക്കുന്നു. അയ്യന്റെ പച്ചക്കൊടിയും ചന്ദ്രക്കലയും മറ്റെന്തോ ഐഡന്റിറ്റി ആയിരിക്കും. ലീഗിന്റേത് മാത്രം വർഗീയം. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അങ്ങയുടെ സമാധാനത്തിന് എന്ത് വേണം പറയുക. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. BJPക്ക് എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അധികാരം പാടില്ല? അത് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു, വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. കേരളത്തിൽ BJP വരാതിരിക്കണം എന്ത് ചെയ്യണം? അധികാരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്തണം. അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെങ്കിൽ ആ വർഗീയ പാർട്ടിയാണെന്നുള്ള നിലപാട് കേരളത്തിൽ വാളയാർ അതിർത്തി വരെ മാത്രമുള്ള നിലപാടാണോ അതോ തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലും ഉണ്ടോ? അതെ, SIR മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അനിൽകുമാർ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ്. അതുകൊണ്ട് 86 ഞങ്ങളെടുത്ത തീരുമാനമാണ് അവരെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പറഞ്ഞു. അത് കേരളത്തിൽ മാത്രം എടുത്ത തീരുമാനമാണോ? വാളയാർ അതിർത്തിക്ക് അപ്പുറം ആ തീരുമാനമുണ്ടോ? കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പിണറായി വിജയനാണ് മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ SIR നടപ്പാക്കുന്നു എന്ന പച്ച വർഗീയത. അതെ, 86 അവർ പറഞ്ഞുകൊണ്ടാണോ അവരെ മാറ്റി SIR മുൻനിർത്തി CPM-നെതിരെ അവർ പ്രചരിപ്പിച്ചതുകൊണ്ടാണോ ലീഗിനെ അന്ന് മാറ്റി നിർത്തിയത്? അത് കേരളത്തിൽ മാത്രം ആപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദ്യം. അവർ ഇപ്പൊ BJP വർഗീയ പാർട്ടിയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ അവർ വർഗീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് കേരളത്തിൽ മാത്രം വർഗീയം, തമിഴ്നാട്ടിൽ സെക്യുലർ, അങ്ങനെയാണോ നിലപാട് CPM-ന്റെ? ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി തമിഴ്നാട്ടിലും CPM-ന് ഒരു സഖ്യവുമില്ല. DMK ആണ് അവിടെ സഖ്യത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അവിടെ നിൽക്കുമ്പോൾ അങ്ങ് പറയുന്നത് മലയാളത്തിൽ പറയുന്നത് കോയമ്പത്തൂരിൽ CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകൾ കേൾക്കണം. താല്പര്യമില്ല, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും?
അല്ലല്ല, കോയമ്പത്തൂരിൽ മലയാളം അതെ, മനസ്സിലാവുന്ന അവര് തമിഴ്നാട്ടുകാരുണ്ട്. വോട്ട് ചെയ്യുന്ന അവർ വോട്ട് ആളുകളോടാ ചെയ്യുന്നത് സി പി പറയുന്നത്. എം. അത് നിങ്ങളുടെ കെയർ ഓഫിലല്ല. ഓക്കെ, മീഡിയ വണ്ണിലൂടെ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആളുകളെ അഭിസംബോധന ചെയ്യേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ശരി. സി പി എമ്മിന് വോട്ട് ചെയ്യേണ്ടവർ 9,60,000 പേരെ അവിടെ വോട്ട് ചെയ്തു. ദാ പള്ളി കത്തിക്കുന്നേ ഓടുവായോ എന്ന് ഒന്ന് ഒരു ലീഗിന്റെ മെമ്പർ വിളിച്ചു പോകും. നിങ്ങൾ കേട്ടില്ലേ? ദാ പള്ളി തകർക്കുന്നേ ഓടിവായോ. മുസ്ലിം ലീഗിന്റെ ഒരു വനിതയുടെ ശബ്ദം നിങ്ങൾ കേൾപ്പിച്ചോ? ഈ കേരളത്തില് നിങ്ങളൊരു ചർച്ച നടത്തിയോ? അവർക്കെതിരെ കേസെടുത്തോ? മുസ്ലിം ലീഗ് കേരളത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ അവർക്കെതിരെ പിണറായി വിജയൻ കേസെടുത്തല്ലോ. അതല്ലേ ശരി? കേസെടുത്തല്ലോ. നിങ്ങൾ ചർച്ച ചെയ്തോ? വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ ഒരു ചാനൽ ചർച്ച ചെയ്യില്ലെന്നേ ശ്രീ അനിൽകുമാർ.